ടോക്കൺ നമ്പർ വില ഉള്ളതാണ് മരുന്ന് ഡോക്ടർ നിരീക്ഷണം അങ്ങനെ ഞാൻ ജോലി ചെയ്ത് ഞാൻ എന്റെ വീട്ടിൽ വേണ്ടി മാന്യ അഭിമാനം കൊടുത്ത് അപേക്ഷ കൊടുത്തതാണ്. ഈ അപേക്ഷ ഇനി താഴെ ഒരു 4 ലക്ഷം എടുക്കാൻ ഗവൺമെന്റ് കളി തരുന്നില്ല. നിങ്ങൾക്ക് അപേക്ഷ ഞാൻ ഊരികളാണ് ഞാൻ ഊരികളായിട്ട് ഒരു ഭിന്നശേഷിപ്പെട്ടവന്റെ അപേക്ഷ തീർച്ചയാക്കാൻ പറ്റുമോ? കെട്ടിക്കിടക്കുന്ന പരാതികൾക്കായി അദാലത്തുകൾ നടത്തേണ്ടി വരാത്ത വിധം കാര്യക്ഷമമാക്കി തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെ മാറ്റിയെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷൻ തല തദ്ദേശ അദാലത്ത് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പരാതികൾ തീർപ്പാകാതെ കെട്ടിക്കിടക്കുമ്പോഴാണ് അദാലത്തുകൾ നടത്തുന്നത്. ഇപ്പോൾ നടത്തുന്ന തദ്ദേശ അദാലത്തുകളിലൂടെ നിയമപരമായി തീർപ്പാക്കാവുന്ന മുഴുവൻ പരാതികളും പരിഹരിക്കും. ഇത് കഴിഞ്ഞാൽ അദാലത്തുകളെ ആവശ്യമില്ലാത്ത വിധം സംവിധാനം കാര്യക്ഷമമാക്കും. ഫയലുകളുടെ നീക്കങ്ങൾ സുതാര്യമാക്കുകയും ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അവസരമുണ്ടാക്കുകയും ചെയ്യും. അദാലത്തുകളിലൂടെ നിയമപരമായി സാധ്യതയുള്ള പരാതികൾ തീർപ്പാക്കും. നിയമത്തിനകത്ത് നിന്നുകൊണ്ടേ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ കഴിയും. ഇതുവരെ പൂർത്തിയായ 7 അദാലത്തുകളിലായി 90% പരാതികൾക്കും തീർപ്പുണ്ടാക്കിയെന്നും മന്ത്രി പറഞ്ഞു.